ഫെമിനിസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കധികമൊന്നും അരോചകം തോന്നില്ല. എന്നാൽ ഫെമിനിച്ചി എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിത്തിരി അലോസരമുണ്ടാക്കും. എന്നാൽ ആ അലോസരം ഒരു ഇൻസ്പിറേഷനായി എടുത്ത ഫെമിനിച്ചി ഫാത്തിമയുടെ ഡയറക്ടറായ ഫാസിലാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഫാസിൽ, വെൽക്കം ടു ദ ഷോ. പലപ്പോഴും അവരും കളിയാക്കി വിളിക്കുന്ന അല്ലെങ്കിൽ ഫെമിനിച്ചി എന്ന് പറയുമ്പോൾ ഒരു അവഗണനയോടെ അറപ്പോടെ പറയുന്നൊരു വാക്കാണ് ഫെമിനിച്ചി. ഫാസിൽ എന്ന് പറയുന്ന ഡയറക്ടറിനെ ആ വാക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ വാക്കിനെ വളരെയധികം പോസിറ്റീവാണ് കണ്ടിട്ടുള്ളത്. കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീ അവളൊന്ന് സമൂഹത്തിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ അവൾ സ്വയം പര്യാപ്തയിലൊക്കെ വർക്ക് ചെയ്തു വരുമ്പോൾ ആളുകൾ കളിയാക്കി വിളിക്കുന്ന പേരാണ് അവൾ ഫെമിനിസ്റ്റാണത്. പക്ഷെ അവളവിടെ അപ്പോഴും അവളവിടെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അവളെ വർക്കും അവളുടെ തിരക്കൊക്കെ ആയിട്ട് അവൾ സമൂഹത്തിൽ മുന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് അവർ കളിയാക്കാനായിട്ടാണ് ഈ മറ്റുള്ളവർ ഈ ഫെമിനിസ്റ്റ് എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ പോസിറ്റീവ് അങ്ങനെ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ടൈറ്റിലിനാ പേരെടുത്തത്. ഫെമിനിച്ചി ഫാത്തിമ ഉണ്ടായത് ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോയിക്കായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഞാൻ രാവിലെ എണീക്കുന്നത് എൻ്റെ താത്താൻ്റെ ബഹളം കേട്ടിട്ടാണ്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ എൻ്റെ താത്താൻ്റെ കുട്ടി ബെഡിൽ മൂത്രമൊഴിച്ചിട്ട് ഓനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക താത്ത. അപ്പോൾ അതിലൊരു ഡയലോഗ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ആ ഡയലോഗ് എന്ന് വെച്ചാൽ താത്ത പറയുന്നുണ്ട്, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടെടുക്കരുത്, ഇനി ഇതിൻ്റെ മണം പോവില്ല എന്നൊരു മണത്തിട്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കായി ആ ഡയലോഗ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ആ ഡയലോഗിൽ നിന്നാണ് സിനിമയുടെ തുടങ്ങിയത്. ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ ഭർത്താവിൻ്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന, എന്നാൽ സ്വയം പര്യാപ്തയാകാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ഒരു സമൂഹമുണ്ട്. എങ്ങനെയാണ് അവരിത് ബ്രേക്ക് ചെയ്യേണ്ടതെന്നാണ്? ശരിക്കും പറഞ്ഞാൽ ഇവരിത് തിരിച്ചറിയപ്പെടണില്ല എന്നുള്ളതാണ്. ചിലപ്പം ഒരു വീട്ടിലൊരു പണിയെടുക്കുന്ന വീട്ടിലെടുക്കുന്ന സ്ത്രീ അവർക്ക് അത് മനസ്സിലാവണില്ല. എനിക്ക് ഇനിയും ഇതിൽ പരിപാടിയിൽ ഞാൻ ഇനിയും ചെയ്യാനുള്ള ആളാണ് എന്നല്ല. ഇവർ സംബന്ധിച്ചോളം അവർക്ക് അവരെ വീട്, പക്ഷെ അവരതിൽ ഹാപ്പിയാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. പക്ഷെ അവർക്ക് ഇതുപോലെ ഫാത്തിമക്ക് ഉണ്ടായ പോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് അവർക്ക് വരണം, അപ്പോഴാണ് അവരത് ചിന്തിക്കുള്ളൂ. അതുവരെ അവർ ആ പരിപാടി ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രാവിലെ അവരെ വീട് നോക്കുന്നതും ഇതൊക്കെ അവർ സന്തോഷത്തോടെ ചെയ്യുന്ന പരിപാടിയാണ്. ഫാത്തിമത്തോളം ഫാത്തിമക്ക് ഇതുപോലെ ഫാത്തിമയുടെ ലൈഫ് ഭയങ്കര സന്തോഷം കുഴപ്പമില്ലാത്ത രീതിയിൽ സന്തോഷം എന്നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് ഫാത്തിമക്ക് മനസ്സിലാവുന്നത് ഫാത്തിമയുടെ സ്വാതന്ത്ര്യവും ആ വീട്ടിലുണ്ടായ. അതെ അത് ഇവിടെ നിലവിലുള്ള സ്ത്രീകൾക്ക് മനസ്സിലാവില്ല. കാരണം അവർ ആ ഒരു സിസ്റ്റത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനോടൊന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, സാധാരണ നമ്മൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് വരുന്നൊരു സാധനമുണ്ട്, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ വിട്ടുകൊടുക്കണം. ആ വിട്ടുകൊടുക്കലല്ലേ ഒരു പക്ഷേ ഇതിനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ തുല്യത എന്നുള്ള പരിപാടിക്ക് അവിടെ എത്രത്തോളം പ്രസക്തി ഉള്ളതെന്നാണ് അപ്പോൾ എൻ്റെ സംശയം. അല്ല, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തോട്ട് വിട്ടുവീഴ്ച ചെയ്യാന്നുള്ളതാണ്. അത് ഒരു സൈഡ് മാത്രം ആവരുത് എന്നുള്ളിടത്താണ് അതിൻ്റെ പോയിന്റ് എടുക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ ഒത്തിരി അധികം ആൾക്കാർ വരുന്ന, പല രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്ന ഒരു ഫെസ്റ്റിവലാണ് IFFK. അതിൽ ഇൻ്റർനാഷണൽ സിനിമയിലെ ഒരു മത്സര വിഭാഗത്തിലാണ് ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ ഉള്ളത്. വളരെയധികം സന്തോഷമാണ്. കാരണം കുറേ കാലമായി പടം സിനിമ ചെയ്യണം എന്നിങ്ങനെ ആഗ്രഹിച്ച് നടക്കണം. അപ്പോൾ മുന്നേ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഫെമിനിച്ചി ഫാത്തിമ ചെയ്യുമ്പോൾ തന്നെ ഒരു ധൈര്യം ഉണ്ടായിരുന്നത്, ചെറിയ സിനിമയാണല്ലോ, ചെറിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇതിന് എത്രത്തോളം നമുക്കൊരു വലിയ പടമാക്കി എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ IFFK പോലത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രദർശനം മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. എങ്ങനെയും ഇവിടെ ഇതിൻ്റെ പടം ഒന്ന് പ്രദർശിപ്പിക്കണം, ആളുകൾ കാണണം, ചർച്ച ചെയ്യപ്പെടണം, അവിടുന്ന് എന്തെങ്കിലും ഓഫറുകൾ വരണം, അതൊക്കെ. പക്ഷേ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ അവിടെ ആളുകൾ കണ്ട് ഭയങ്കര അഭിപ്രായങ്ങൾ പറയുന്നത് അത് എല്ലാ ഓഡിയൻസിനും കണക്ട് ആയിരുന്നല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ മലയാളീസിന് മാത്രമല്ല, പുറത്തുള്ള ഇവിടെ മറ്റുള്ള പടങ്ങളിൽ നിന്ന് വിദേശ പടങ്ങളായിട്ട് വന്ന ഗസ്റ്റൊക്കെ അവർക്കൊക്കെ പടം വർക്കായി. അവരെല്ലാവരും എന്നെ വിളിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പോൾ ആഗോളതലത്തിൽ ഇതിനൊരു കിട്ടി തോന്നുന്നു. അവർക്കും ആ പരിപാടി വർക്കാവുന്നുണ്ട്. അവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കണ്ടൊരു വിദേശ ഇവർ പറഞ്ഞതിൻ്റെ അടുത്ത് അവർക്കും ഇത് കണക്റ്റ് ആവുന്നുണ്ട്. ശരിക്കും ഒരു പൊന്നാനിക്കാരനാണ്. അതെ, ഒരു പടം ചെയ്ത് ഇത്രയും ആൾക്കാർ ജനങ്ങൾ ഏറ്റെടുത്ത് നിൽക്കുമ്പോൾ പൊന്നാനിക്കാരോട് ശരിക്കും എന്താണ് പറയുന്നത്?
എൻ്റെ ഷൂട്ട് ചെയ്തതിന് അവിടെയാണ് പൊന്നല്ല ഷൂട്ട് ചെയ്തത്. എനിക്ക് അവരുടെ ഭാഗത്ത് ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ടൈറ്റിലും ഇത്തരത്തിലുള്ള ഒരു കഥയൊക്കെ വെച്ച് അവിടെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള സാധനമാണ്. പക്ഷേ എനിക്കത് ഞാൻ വിചാരിച്ചാൽ ബുദ്ധിമുട്ടാവുന്നു, പക്ഷേ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ആദ്യത്തെ പ്രേക്ഷകർ അവരായിരുന്നു. അതായത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ താത്തമാരൊക്കെ വന്ന് കാണാൻ വന്നിക്കും. അപ്പോൾ നമ്മളൊരു സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോൾ അതിലൊരു സീനൊക്കെ അവർ അനുഭവിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ഞാനതിനെ പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് ഈ മണ്ടത്തരം പറ്റിയല്ലോ എന്നൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ തിരിച്ചറിവുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് അന്നേ മനസ്സിലായി. അവർക്ക് അതൊക്കെ തിരിച്ചറിയപ്പെട്ടു എന്നുള്ളതാണ്. അതെ 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 അത് അത്ര അപ്ഡേഷനുകളാണ് ഇനി ഇവിടെ വരേണ്ടത്. ഈ സോഷ്യൽ മീഡിയയും പുതിയ യുവതലമുറയും ഇങ്ങനത്തെ കാഴ്ചപ്പാടുകളോട് ഭീകരമായിട്ട് യോജിക്കുന്ന ആൾക്കാർ. എന്നാൽ തലമുറ വ്യത്യാസം അവരുടെ പല ആൾക്കാരിൽ നിന്നും അകറ്റുന്നു. ഇപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് എങ്ങനെ അവരെ ഇപ്പോൾ പൊന്നാനിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അംഗീകരിക്കുക എന്ന് പറഞ്ഞൊരു വലിയ കാര്യം. അപ്പോൾ അതെങ്ങനെയാണ് യുവതലമുറ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ എൻ്റെ സിനിമ ഞാനിപ്പോൾ ചെയ്ത് അപ്പോൾ ഇതിൽ ഞാനൊരു ഫെമിനിസം പറയുന്നുണ്ട്. അത് ഭയങ്കര ലോക്കലായിട്ട് പറഞ്ഞ ഫെമിനിസമാണ്. ഞാനത് എൻ്റെ അങ്ങേ തലങ്ങളോ എന്താണെന്നും എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് എനിക്കറിയുന്ന ഫെമിനിസമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അതും ഇപ്പോൾ ഞാനിപ്പോൾ ഈ പടം കാണുന്ന ചിലപ്പം ഫാത്തിമമാരുണ്ടാവും. അപ്പോൾ അവർക്കൊരു ചിന്തിക്കാനുള്ളൊരു ഇതിൽ കാണുന്നുണ്ടാവും. പിന്നെ ഒരു മാത്രമല്ല, കുറച്ച് കാലം വരെ എനിക്ക് തോന്നുന്നു മുസ്ലിം സ്ത്രീകൾ എല്ലാ ആൾക്കാരും അല്ല, ചില ആളുകളൊക്കെ ഇങ്ങനെ കുറച്ച് ഭയങ്കര ഒരു ഇതാണ് ലൈഫെന്ന് അതെ അതെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം നിന്ന് കുറച്ച് ആൾക്കാർ ഇപ്പോഴല്ല കുറച്ച് കാലം വരെ മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊക്കെ മാറ്റത്തിൻ്റെ വഴിയിലാണ്. ഇപ്പോൾ സ്വന്തമായിട്ട് പല ആൾക്കാർക്കും യൂട്യൂബ് ചാനലുകൾ, അവർ സ്വന്തമായിട്ട് ചെയ്യുന്ന പരിപാടികൾ സെയിൽ ചെയ്യണ്. പിന്നെ ഇപ്പോൾ മൊബൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മുസ്ലിം സ്ത്രീകൾ അവിടെ ഇതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാണ് അതിൻ്റെ. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോഴും ആ സമയത്തും വേറെ ഇതുപോലെയുള്ള പിന്തിരിപ്പൻ ഇതായിട്ട് വന്ന് നിൽക്കുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ്. സന്തോഷത്തിലാണ് എല്ലാവരും. കാരണം അതെ 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 അവർ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മളിങ്ങനെ കുറേ കാലം നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്താണ് എങ്ങനെ നമുക്ക് റിസൾട്ട് ഇങ്ങനെ കിട്ടാണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ എത്ര വർക്ക് ചെയ്തോളൂ ഒരു പടം ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. നമ്മൾ എത്ര നമ്മൾ ആ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടും അവർക്ക് അതിനൊരു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്, അത് എത്ര സമയത്താണ് പക്ഷെ അതിൻ്റെ റിസൾട്ട് കിട്ടി. സന്തോഷത്തിലാണ് അവർ, ഭയങ്കര സന്തോഷത്തിലാണ് അവർ. താത്തക്ക് ഞാനിത് കാണിച്ചു കൊടുത്ത് പടം ഷൂട്ട് ചെയ്തിട്ട് ഈ ഭാഗം കാണിച്ചപ്പോൾ താത്ത പറഞ്ഞു, ഹേയ് ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ അവിടെ പറയാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ നിന്നല്ല ഞാൻ എടുത്തത് പറഞ്ഞു. താത്തക്ക് ഭയങ്കര സന്തോഷം. ഇനിയും ഒരുപാട് ചലച്ചിത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു.